ഇവിടുത്തെ അഹ്സനിയോട് സംവാദത്തിന് പോയിട്ട് അഹ്സനി ചോദിച്ചൊരു ചോദ്യം നിങ്ങൾ ആദ്യം കേട്ടു നോക്ക്. താരം അല്ലാഹു അല്ലാത്തവർക്ക് അഭൗതികമായ കഴിവുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ടാണല്ലോ ശിർക്ക് ഫലിക്കുമെന്ന് വിശ്വസിക്കുന്നത്. അതോടെ നിങ്ങളും മുശ്രിക്കായി. നിങ്ങളെ വാദം അനുസരിച്ച് ഞങ്ങൾ പറഞ്ഞതല്ല, നിങ്ങളെ വാദം അനുസരിച്ച്. അപ്പൊ അതുകൊണ്ട് ചോദ്യം, അവസാനത്തെ ചോദ്യമാണ്, ഒരു അല്ലാഹു അല്ലാത്ത വേറൊരാൾക്ക് അഭൗതിക കഴിവുണ്ട് നമ്മൾ വിശ്വസിച്ചു, തേടിയിട്ടില്ല, എന്നാൽ അത് ശിർക്കാണോ? അല്ലേ? ശിർക്കാണെങ്കിൽ സിഹിർ ഫലിക്കുമെന്ന് വിശ്വസിച്ചാൽ ശിർക്കാവും. സിഹിർ ചെയ്താൽ ശിർക്കാണെന്ന് ചർച്ച വേറെ, അത് വേറെ. സിഹിർ ഫലിക്കുമെന്ന് വിശ്വസിക്കുമ്പോ അയാൾക്കൊരു അഭൗതിക കഴിവുണ്ട് എന്ന് വരുന്നു. കാരണം അയാൾ മറിഞ്ഞ വഴിക്ക് സഹായം തരാനും ഉപദ്രവിക്കാനും കഴിവുള്ള ആളാണ് നമ്മൾ വിശ്വസിക്കൽ വരുന്നു. ഓക്കെ, അപ്പൊ കേട്ടല്ലോ എന്താ ചോദ്യം? ജിന്നുമാരൊക്കെ അഭൗതികാണ്. അഭൗതിക മാർഗത്തിൽ നിന്ന് സഹായം പ്രതീക്ഷിക്കുന്നത് തന്നെ ശിർക്കാണ്. അപ്പോ സിഹിറിൽ വർക്ക് ചെയ്യുന്നതാരാ? പിശാചാണ്. സ്വാഭാവികമായിട്ടും പിശാച് ഉപദ്രവിക്കുമെന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കല്ലേ എന്ന് വെച്ചപ്പോ വിശ്വസിച്ചാൽ ശിർക്കാവൂല, പ്രാർത്ഥിച്ചാലേ ശിർക്കാവുള്ളൂ. അനീഫ് കൂടി പറയട്ടെ. എന്താ ഞങ്ങൾ പറഞ്ഞത്? സിഹിർ ചെയ്യുന്ന ആൾ അയാൾ ജിന്നിനോട് സഹായം തേടുന്നു, അത് ശിർക്കാണ്, അത് ശിർക്കാണ്. ആ ജിന്നിനെ അയാൾ ഉപയോഗപ്പെടുത്തുന്നുവെങ്കിൽ ആ ജിന്നിനെ അയാൾ ഉപയോഗപ്പെടുത്തുന്നു, അത് ഉപയോഗപ്പെടുത്തി ആ ജിന്ന് ഏതെങ്കിലും തരത്തിൽ ജിന്നിന്റെ കഴിവിൽപ്പെട്ട ഉപദ്രവങ്ങൾ അയാൾ അനുസരിച്ച് ചെയ്യും എന്ന് വിശ്വസിക്കുന്നത് ശിർക്കല്ല. അതാ ഞങ്ങളോട് നേരത്തെ മരക്കാർ ഉദാഹരണം പറഞ്ഞത്. ഖുർആൻ പറഞ്ഞു. ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോഴാ തക്ബീർ ഓർമ്മയത്. അവര് തക്ബീറുമല്ലേ, ഇത് കണ്ടിരുന്ന ഓരോ മുജാഹിദ് ഉള്ളിൽ കരഞ്ഞു. കാരണം തൗഹീദ് പ്രസംഗിക്കുന്ന ഈ വ്യക്തിയോട് ഇഷ്ടമുള്ള ആളുകളൊക്കെ തൗഹീദ് സ്ഥാപിക്കാൻ പോയിട്ട് ആ വേദിയിൽ വെച്ച് ശിർക്ക് സമ്മതിച്ചു വരികയാണ്. ഈ പറയുന്ന ഹനീഫ് കായക്കൊടി പറഞ്ഞ ആ വാചകത്തിന് നമ്മൾ ജിന്നിനെ മാറ്റിയിട്ട് അവിടെ നിന്ന് മൊഹീദ്ദീൻ ഷേഖിനെ വെച്ച് നോക്ക്. മൊഹീദ്ദീൻ ഷേഖ് പ്രാർത്ഥിക്കണേ, രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചാൽ ശിർക്ക് വരും. എന്നാൽ മൊഹീദ്ദീൻ ഷേഖ് രക്ഷിക്കുമെന്ന് വിശ്വസിച്ചാലോ ശിർക്ക് വരൂല. നമ്മളെ മൊഹീദ്ദീൻ ഷേഖുമായിട്ട് കണക്ട് ചെയ്യാല്ലേ തീവ്രയത്ന പരിപാടി തുടങ്ങിയിട്ട് എത്ര കാലമായി? മരിച്ചവരുമായിട്ടുള്ള പ്രാർത്ഥനയോട്ട് തട്ടിക്കാൻ തുടങ്ങിയിട്ട്. സുഹൃത്തുക്കളെ, ഒപ്പിച്ച് വളച്ചു കെട്ടി ഉണ്ടാക്കിയതല്ല, ഡയറക്റ്റായ കാര്യങ്ങളാണ് പറയുന്നത്.